ഡയാന ഇന്ന് തന്നെ സന്ദർശിക്കുക. ഡയാന EAP ബിൽഡിംഗ്സ് തൊടുപുഴ. നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. നിയുക്ത MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ശ്രീനാരായണ വൈദിക സമിതി തൊടുപുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സമൂഹ ശാന്തി ഹവനവും 111 താന്ത്രികാചാര്യന്മാർ പങ്കെടുത്ത ഗുരുദേവ ലക്ഷാർച്ചനയും നടന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്റ്റാറ്റിക് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ സ്റ്റാമ്പ് നാണയമേള 2014 സംഘടിപ്പിച്ചു. വിവിധ രാജ്യങ്ങളിലെ നാണയങ്ങളും കറൻസികളുമെല്ലാം മേളയിൽ ശ്രദ്ധേയമായി. നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് തൊടുപുഴയിൽ BJP പ്രവർത്തകർ പായസ വിതരണം നടത്തി. കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷന്റെ 34ാം സംസ്ഥാന സമ്മേളനം മെയ് 30-31 തീയതികളിൽ തൊടുപുഴയിൽ നടക്കും. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. നിയുക്ത MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. രാവിലെ മുള്ളരിങ്ങാട്ട് നിന്നാണ് സ്വീകരണ പരിപാടി ആരംഭിച്ചത്. വണ്ണപ്പുറം, കാളിയാർ, കോടിക്കുളം, കരിമണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നൽകിയ സ്വീകരണത്തിന് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തന്നെ വോട്ട് നൽകി വിജയിപ്പിച്ച തോട്ടം തൊഴിലാളികൾ, വ്യാപാരി വ്യവസായികൾ തുടങ്ങി എല്ലാവർക്കും ജോയ്സ് നന്ദി പറഞ്ഞു. വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണ പരിപാടികൾക്ക് LDF നേതാക്കളായ KM സോമൻ, A രാധാകൃഷ്ണൻ, VV മത്തായി, K സലീംകുമാർ, CP രാമചന്ദ്രൻ, PJ തോമസ്, KL ജോസഫ്, അഡ്വക്കേറ്റ് ഷാജി തങ്കമ്പള്ളി, അഗസ്റ്റിൻ വട്ടക്കുന്നേൽ, PP അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബിനു മുണ്ടങ്കാവിൽ, സൂരജ്, കുട്ടപ്പൻ, മത്ത, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെയും സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി പങ്കെടുക്കുകയും ജാതീയം രാഷ്ട്രീയവും മറ്റ് പരിഗണനകൾക്കും അപ്പുറത്ത് സമ്മതിദാനാവകാശം വിനിയോഗിച്ച് എന്നെ വിജയിപ്പിക്കുകയും ചെയ്ത മുഴുവൻ ആളുകളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാധവ് ഗാഡ്ഗിൽ കസ്തൂരരംഗൻ റിപ്പോർട്ട് മൂലം മലയോര ജനത നേരിടുന്ന പ്രതിസന്ധി തുടങ്ങി റബ്ബറിന്റെ വിലക്കുറവ് മൂലം കാർഷിക മേഖലയിലെ ആളുകൾ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള ഒത്തിരിയേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഒരു ജനത അവരുടെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിൽക്കുകയും വോട്ട് ചെയ്യണമെന്നും ചെയ്യുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുന്നതിലൂടെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരു ജനതയുടെ അതിജീവന പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുക, അവരുടെ അവകാശ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, അതുവഴി അവകാശങ്ങൾ നേടിയെടുക്കുക. ഇത്തരത്തിലുള്ള വളരെ വലിയ ഒരു ഉത്തരവാദിത്വം നമ്മളുടെ വികസനപരമായ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്യണം. പ്രിയമുള്ളവരെ, ഈ തരത്തിൽ കൂട്ടായി പഠിക്കുകയും ചിന്തിക്കുകയും ഒരുമിച്ച് തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരവും ഒരു പുതിയ വികസന സംസ്കാരവും ഈ നിയോജക മണ്ഡലത്തിൽ